മത്സര പരീക്ഷകളിൽ സാധാരണ ചോദിച്ചു കാണുന്ന ഒരു മാത്സ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. രണ്ട് സംഖ്യയുടെ അംശബന്ധം 4:5 അവരുടെ ഉസ്സാഹ 20 അവിടെ ലസാവു എത്ര എന്നുള്ളതാണ്. ഇവിടെ 4 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അതായത് 2 numbers are in the ratio 4:5 and the HCF is 20. The LCM is 200, 160, 300, 400. അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്തുക വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ അംശബന്ധത്തിന്റെ ഗുണനഫലത്തെ HCF കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും ആ സംഖ്യയുടെ LCM. അതായത് ഇവിടെ 4:5 അംശബന്ധം. അപ്പോൾ 4ഉം 5ഉം ഗുണിച്ചാൽ എന്ത് കിട്ടും? അംശബന്ധത്തിന്റെ ഗുണനഫലമായി. ഇതിനെ LCM അതായത് HCF അതായത് 20 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് തന്നെയായിരിക്കും അതിന്റെ LCM എന്നറിയാം. സംഖ്യയുടെ അംശബന്ധത്തിന്റെ ഗുണനഫലത്തെ HCF കൊണ്ട് ഗുണിച്ചതായിരിക്കും LCM. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 4 × 5 20, 20 × 20 400. 400 is equal to LCM. അപ്പോൾ ഇത് LCM എന്ന് പറയുന്നത് 400 ആണ് കിട്ടിയത്. അപ്പോൾ ആൻസർ 400 ആണ്. ഇനി ഇത് സംഖ്യകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ അംശബന്ധം 4:5 അതുകൊണ്ട് ഒന്നാമത്തെ സംഖ്യ 4x എന്ന്, രണ്ടാമത്തെ സംഖ്യ 5x എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ സംഖ്യയുടെ ഗുണനഫലത്തെ 4x × 5x-നെ HCF ആയ 4x × 5x എന്ന സംഖ്യയുടെ ഗുണനഫലം എന്ന് പറയുന്നത് HCF-ഉം LCM-ഉം തമ്മിൽ ഗുണിച്ചത് തുല്യമായിരിക്കും. 4x × 5x അതായത് 20x² എന്ന് പറയുന്നത്, ഇവിടെ HCF എന്ന് പറയുന്നത് നമുക്ക് എന്താണ് 20 ചോദ്യം തന്നിട്ടുണ്ട്. LCM എന്നത് 400 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 20x² 20 × 400 കിട്ടും. അതുകൊണ്ട് x² 20 × 400/20 കിട്ടും. അപ്പോൾ 20 ഒരു പ്രാവശ്യം. അപ്പോൾ x² 400 കിട്ടും. x² 400 ആയതുകൊണ്ട് എന്തായിരിക്കും? √400 വർഗ്ഗമായിരിക്കും. അതായത് 20. അപ്പോൾ x എന്നത് 20 കിട്ടി. നമ്മൾ സംഖ്യ എന്താണ്? 4x ആണ്. അപ്പോൾ 4x എന്ന് പറഞ്ഞാൽ 4 × 20 അതായത് 80. മറ്റേ 5x എന്ന് പറയുന്നത് 5x എന്ന് 5 × 20 അതായത് 100. അപ്പോൾ സംഖ്യ എന്ന് പറഞ്ഞാൽ 80, 100 അത് കിട്ടി. 80ഉം 100ഉം ഈ രീതി സംഖ്യയിലൂടെ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും.